RSSന്റെ കാര്യാലയങ്ങളെല്ലാം ആയുധപുരകളാണ്. ആ RSSന്റെ കാര്യാലയങ്ങൾ സമയബന്ധിതമായി തന്നെ റെയ്ഡ് ചെയ്യാൻ കഴിയണം. അല്ലാത്ത പക്ഷം അവിടെ ആയുധങ്ങൾ കുന്നുകൂടും. ഭാവിയിൽ കേരളത്തിൻ്റെ മനുഷ്യജീവിതത്തിന് വലിയ അപകടകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഒരു ആക്ഷൻ ഉണ്ടാവണം എന്നതാണ് ആ കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ആ കാര്യം ആവർത്തിക്കുകയാണ്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, 20-ാം തീയതി ഈ വിഷയം മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. 21-നാണ് ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാം പ്രതികരിച്ചത്. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണേണ്ടത് 20-ാം തീയതി കണ്ടെത്തുമ്പോൾ ഈ 20-ാം തീയതി തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ കോൺഗ്രസിൻ്റെ മറ്റേ കക്ഷിയുടെ പ്രശ്നം അല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ഞാനന്ന് 21-ാം തീയതി മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങളിൽ ആരോ ഒരാളാണ് ചോദിച്ചത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതുപോലെ ഈ ബോംബ് കണ്ടെത്തിയ വിഷയം സമാനവൽക്കരിക്കാനുള്ളൊരു ചോദ്യം വന്നുണ്ടായി. അപ്പോൾ ഞാനതിന് ഉത്തരവും പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്നതിനേക്കാൾ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു അപകടകരമായ RSSന്റെ കേന്ദ്രത്തിൽ ഈ ബോംബ് കണ്ടെത്തി അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. മാധ്യമങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലായ്മ വന്നതെന്തുകൊണ്ട്? ഒരു ഘട്ടത്തിലും ആ കാര്യത്തിൽ മാധ്യമങ്ങൾ വേണ്ടത്ര ആ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റൊരു വിഷയത്തിന് പ്രാധാന്യം കിട്ടിയതോടുകൂടി ആ വിഷയത്തിൻ്റെ പിറകിലാണ് എല്ലാ മാധ്യമങ്ങളും. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ RSSന്റെ കേന്ദ്രത്തിലെ ബോംബ് വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ? 20-ാം തീയതി രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം വന്നപ്പോൾ RSSന്റെ കേന്ദ്രത്തിൽ ബോംബ് കണ്ടെത്തിയപ്പോൾ, അതേ ദിവസം ബോംബ് കണ്ടെത്തിയപ്പോൾ അന്ന് തന്നെ ധൃതി പിടിച്ച് BJPയുടെ പ്രതിഷേധ പ്രകടനം വരികയാണ്. എന്തായിരുന്നു ഉദ്ദേശം? ഞാൻ പറയുന്നത്, ഞങ്ങളെല്ലാം പ്രതിഷേധം നടത്തിയിട്ടുണ്ടല്ലോ. DYFIയും SFIയും ഇതിനകം തന്നെ പറഞ്ഞല്ലോ, രാഹുൽ ഈ ജില്ലയിൽ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കില്ല, അനുവദിക്കില്ല. ഇങ്ങനെ ഒരു സമരരൂപം ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ബന്ധപ്പെട്ട സംഘടനകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം കേരളത്തിലൊരു പൊതുജന വികാരമായി രാഹുലിൻ്റെ ഈ ലൈംഗിക പ്രശ്നം ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ വികാരമായി, കോൺഗ്രസ് വിരുദ്ധ വികാരമായി രാഹുലിൻ്റെ പ്രശ്നം മാറി. അത് ചെറുതായി കാണാൻ പാടില്ല. എന്നാൽ RSSന്റെ കേന്ദ്രത്തിലെ ബോംബ് ഇതിൻ്റെ ഇടയിൽ മറക്കപ്പെടേണ്ടതാണോ? അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരണ്ടേ?